I just watched Noora Fateh's interview with Ranveer. Okay, and what a mind-blowing interview it was. ഭയങ്കര നല്ലതായിരുന്നു. ഞാൻ അതിൻ്റെ കോണ്ടൻസ് ഞാൻ പറഞ്ഞുതരാം. പുള്ളിക്കാരത്തി പറഞ്ഞത് തന്നെ ഈ കഴിഞ്ഞ 2-3-4-5 വർഷത്തിനകം വെച്ചിട്ടാണ് ഈ ഫെമിനിസം എന്ന് പറഞ്ഞ ടേം ഭയങ്കരമായിട്ട് പ്രശ്നക്കാരായത്. ഈ ഫെമിനിസം എന്ന് പറഞ്ഞ ടേം വന്നതുകൊണ്ടാണ് നമ്മൾ പെണ്ണുങ്ങളൊന്നും മര്യാദയ്ക്ക് ചിന്തിക്കാത്തത്. വി ആർ നോട്ട് തിങ്കിങ് സ്ട്രെയിറ്റ്. ആൻഡ് ശരിക്കും പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദി വിമൻ, നമ്മൾ മിക്കവാറുമുള്ള പെണ്ണുങ്ങളെല്ലാവരും സ്ത്രീകൾ, വി ഹാവ് ടു സ്റ്റിൽ കം ബാക്ക് ടു ദ എറ. നമ്മൾ കുട്ടികളെ പ്രസവിക്കുക, അവരെ നോക്കുക, നർച്ചർ ചെയ്യുക എന്നുള്ള കാര്യം മാത്രം ഫോക്കസ് ചെയ്യുക. പിന്നെ വർക്ക് ചെയ്യുക, ഇതെല്ലാം വന്നിട്ട് ആണുങ്ങൾ ചെയ്യുക. പിന്നെ നമ്മൾ വർക്ക് ചെയ്യണ ഒരു ചോയ്സ് ആയിട്ട് മാത്രം മാറണം എന്നുള്ളൊരു കോണ്ടെക്സ്റ്റിലാണ് പുള്ളിക്കാരത്തി സംസാരിച്ചത്. ആക്ച്വലി ഇൻ ടുഡേസ് എറ ഒരാൾ വർക്ക് ചെയ്തിട്ട് തന്നെ കുടുംബം നടത്താൻ പറ്റാത്ത ഒരവസ്ഥയാണ്. സോ ഇമാജിൻ 2 people are not working. Secondly is that Pulikarthi is a celebrity. When she talk about such things, she should always remember one thing. She's talking to a bigger community, and there will be so many people who will be taking this as inspiration. ഇല്ലേ? അപ്പം നമ്മൾ ഇപ്പം പുള്ളിക്കാരത്തി എന്ന് വെച്ചാൽ മൊറോക്കൻ കനേഡിയൻ ആണ്. അപ്പം മൊറോക്കൻ കൾച്ചർ വീണു വെച്ചാൽ അറബിക് കൾച്ചർ, അവരുടെ കൾച്ചറിലെന്ന് പറയുന്ന നേരത്ത് ഗേൾസ് ആർ ഓൾവേസ് പ്രൊട്ടക്റ്റഡ്. അവരുടെ കൾച്ചറിൻ്റെ ഭാഗമാണത്. കല്യാണം കഴിക്കുന്ന സമയത്ത് പോലും ജ്വൽസും എല്ലാം ഇട്ടിട്ട് ദ ബോയ് കംസ് ആൻഡ് പുട്ട് ദ ജ്വൽസ് ഓൺ ദ ഗേൾ ആൻഡ് ദേ ഗെറ്റ് മാരിഡ് ഓഫ്. ദേ ജസ്റ്റ് ഹാവ് ടു ബി ബ്യൂട്ടിഫുൾ. സോ ദാറ്റ്സ് വൈ അവരുടെ കൾച്ചറിൽ തന്നെ സ്ത്രീനെ നന്നായിട്ട് ശരീരം നോക്കുക, അവരെ സൗന്ദര്യത്തിന് പ്രൊട്ടക്റ്റ് ചെയ്യുക, ഇതൊക്കെ മാത്രമാണ് ദേ എംഫസൈസ് ഇൻ ദെയർ കൾച്ചർ. നമ്മുടെ കൾച്ചർ അങ്ങനെയല്ല. വി ആർ നോട്ട് ആ കൺട്രി, അല്ലെങ്കിൽ അത് എന്താ പറയുക, നമ്മളെ ബാക്ക്ഗ്രൗണ്ട്സ് അല്ലെങ്കിൽ നമ്മളെ ലിവിങ് ലൈഫ് സ്റ്റൈൽ ഇതൊന്നുമല്ല. സെക്കൻഡ്ലി ഷീസ് എ കനേഡിയൻ. അപ്പോൾ ഷീ ഈസ് ആക്ച്വലി കമ്മിങ് ഫ്രം എ പ്രിവിലേജ്. ഫോർ ഹെർ കരിയർ ഒരു ചോയ്സ് ആയിരിക്കാം, മാരേജ് ഒരു ചോയ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ ഷീ ക്യാൻ സിറ്റ് ആൻഡ് റിലാക്സ് ഹെർ സെൽഫ്. ബട്ട് സാധാരണക്കായിട്ടുള്ള സ്ത്രീകൾ അങ്ങനെ ആയിരിക്കത്തില്ല. ഐ സ്റ്റിൽ സീ രാവിലെ എഴുന്നേറ്റ് ഭക്ഷണമൊക്കെ വെച്ചിട്ട് പോയിട്ട് കുട്ടികളെയും സ്കൂളിൽ അയച്ചിട്ട് ദേ ഗോ ടു ദെയർ ഓഫീസ്, ദേ കം ബാക്ക്, again they cook their dinner, and the men in the house, they go to office, they spend their leisure time watching TV. They don't give a hand on a women to help, the women in the kitchen. They say that അത് നിൻ്റെ ജോലിയാണ്, നീ തന്നെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന എത്രയോ പുരുഷന്മാർ. ഐ തിങ്ക് മെജോറിറ്റി ഓഫ് ദ പുരുഷന്മാരും ഇപ്പം മാറുന്നുണ്ടാവും. ഞാൻ എല്ലാ പുരുഷന്മാരെയും കാര്യം പറഞ്ഞില്ല, പക്ഷേ മെജോറിറ്റി ഓഫ് ദി പീപ്പിൾ ദേ സ്റ്റിൽ ഡു ദ സെയിം തിങ്. ഓക്കെ, എന്നിട്ട് ഒരുപാട് സ്ത്രീകൾ സെൽഫ് ഇൻഡിപെൻഡൻറ്റ് ഇല്ലാത്ത, എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇല്ലാത്ത സ്ത്രീകൾ എത്രയോ തല്ലും, വളരെ അബ്യൂസീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, ഇമോഷണൽ ആയിരിക്കാം. ദേ സ്റ്റിൽ ഹോൾഡ് ഓൺ ടു ദ മാരേജ് ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് എനി അതർ വേ ടു go out of the marriage. I know so many women like that also. Then there are so many single parent women, where they have to go and work even in the night times, where they don't have the privilege to work, go travel during the night times because they're very scared. And അങ്ങനെ situations are അനേകമാണ് ഇല്ലേ? And how can somebody just in a common talk show like this, when people project such words, people who take this on the other end, they actually hold on to this and the abuse continues. So the term feminism polum started off when we want equal opportunity in relationship, when we wanted equal opportunity to live, equal opportunity even in the work sector. Isn't it? Basic human needs are. Without understanding this basic fact, she putting up all these things. It's same like how we were portraying the Ranveer Kapoor's movie, which I even don't remember, the last one which was released, which was very abusive, and Arjun Reddy. None of us will support such movies. പക്ഷെ അത് കണ്ടിട്ടും എത്രയോ ചെക്കന്മാർ ഗേൾസിനെ അബ്യൂസ് ചെയ്യണ ട്രെൻഡാണെന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. സോ ദിസ് വിൽ ഓൾസോ ഗോ ടു ദാറ്റ് ലെവൽ. സോ വെൻ സെലിബ്രിറ്റീസ് പുട്ട് ഔട്ട് ദെയർ വേർഡ്, ദേ ഹാവ് ടു ഹാവ് ദ ബേസിക് മാനേഴ്സ് to understand what they are throwing out in the society. They need to be socially responsible, because there are so many people mimicking and believing whatever they say is true. Yeah. And one more, the last thing what I want to tell is like, if she was so much socially responsible, ഇത്രയും നല്ല ചിന്താഗതിയുള്ള ഒരാളാണെങ്കിൽ, why was she doing item songs? Because that is never giving a good reflection onto our kids. പെൺകുട്ടികൾ, ചെറുതായിട്ടുള്ള ചെറിയ കുട്ടികൾ, most of the kids actually dance to her songs.